വെൽക്കം ടു പൊടീസ് മാജിക് കിച്ചൺ. ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു ചിക്കൻ ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. അതിനുവേണ്ടി കുറച്ച് ചേരുവകളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 2.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ ചിക്കൻ മസാല, അത് ഞാൻ പാക്കറ്റിൽ വാങ്ങിയതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. എന്നിട്ട് അതവിടെ ഇരിക്കട്ടെ. 1 മണിക്കൂറാണ് ഞാൻ ഇതിവിടെ വെക്കണത്. അതിപ്പോൾ അതിനേക്കാളും കൂടുതൽ ഇരിക്കുക വെച്ചാൽ അത്രയും നല്ലത്. എന്നിട്ട് നമുക്കിനി സവോള വറുത്തെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നന്നായി വറുത്ത് കോരാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഇനി നമുക്ക് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇത് ഉപയോഗിക്കാം. 4 വലിയ സവോളയാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞതായിരുന്നു. ഇനി അതോടുകൂടി നമ്മൾ മുന്തിരിയും വറുത്തെടുത്തു. ഇനി സവോള വറുത്തെടുത്തിട്ട് അത് എടുക്കുന്നതോടുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല മൊരിയൽ നന്നായി കറക്റ്റായിട്ട് അതങ്ങനെ തന്നെ കുറേ നേരം ഇരുന്നോളൂ. അതിന് വേണ്ടിയിട്ടാണ്, ടേസ്റ്റും കൂടും. ആ എണ്ണയിൽ തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ടിട്ട് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാം. ഇനി അതവിടെ ഇരിക്കട്ടെ. ഒരു ഉരുളിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു 4 മണി ഉലുവ ഇട്ട് കൊടുത്തു. എന്നിട്ട് 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ടിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 10 സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ സവോളയാണ്. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നിറം മാറണ വരെ നന്നായി മൂപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ഉണ്ട, വലിയൊരു ഉണ്ട വെളുത്തുള്ളി, വലിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 25 പച്ചമുളക്, ഇത്രയും അരച്ച് വെച്ചതുണ്ടായിരുന്നു. അതെല്ലാം കൂടെ അതിലേക്ക് ചേർത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറണ വരെ മൂപ്പിച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കുക. അത് ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവട്ടെ. ചെറിയ തീയിലിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ കറിവേപ്പിൻ്റെ ഇലയും പുതിനയില അരിഞ്ഞു വെച്ചതുണ്ടായിരുന്നു, അതും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സാക്കിയിട്ട് ഒന്നും കൂടെ മൂടി വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ തുറന്ന് നോക്കുക. അപ്പോൾ ഒരു 5 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ആ സമയത്താണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്താ വെച്ചാൽ പകുതി വേവാവണോട് കൂടിയിട്ട് നമ്മളത് ചേർത്ത് കൊടുത്താൽ അതിലേക്ക് അത്യാവശ്യം ചാറ് നന്നായിട്ട് ഇറങ്ങി വരും. അതിന് വേണ്ടിയിട്ടാണ് 3/4 വേവാവണോട് കൂടിയിട്ട് തക്കാളി ചേർക്കണം. എന്നിട്ട് പാകത്തിന് ഉപ്പ് ഇല്ലെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ വീണ്ടും തുറന്നിട്ട് 1 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് അവിടെ വയ്ക്കുക. അത് വെന്തിട്ടുണ്ടാവും, പാകമായിട്ടുണ്ടാവും. ഇനി ബിരിയാണിയുടെ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കറുവപ്പട്ട, തക്കോലം, ഗ്രാമ്പു, ഏലക്കായ ഇത്ര ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കുക. അതിലേക്ക് ഞാൻ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ള കണക്കിൽ 4 ഗ്ലാസ്സിന് 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് അതവിടെ മൂടി വയ്ക്കുക. നന്നായി തിളക്കട്ടെ. തിളച്ച് വരുമ്പോൾ ഞാൻ കഴുകി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ജീരകശാല റൈസ്. അത് ഈ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 3/4 വേവാവണോട് കൂടിയിട്ട് അതൊന്നും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഒരു ദോശക്കല്ല് അടുപ്പത്തേക്ക് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ബിരിയാണി ചെമ്പ് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതങ്ങോട്ട് നിരത്തി കൊടുക്കുക. എന്നിട്ട് 3/4 വേവായ അരി അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നന്നായി നിരത്തി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇനി ബാക്കിയുള്ള വേവൊക്കെ ഇതിൽ ദമ്മിലിരുന്ന് വെന്തോളൂ കേട്ടോ. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന സവോള, മുന്തിരി, മല്ലിയില അതൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടിയിട്ട് നന്നായിട്ട് തൂവി കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ റൈസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവോള, മുന്തിരി, പിന്നെ മല്ലിയില ഇത്രയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ഗരം മസാല തൂവി കൊടുക്കുക. പിന്നെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അത് ആവശ്യം പോലെ, നമുക്ക് നെയ്യ് വേണ്ട വെച്ചാൽ ഒഴിവാക്കാനും പറ്റും, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എന്തായാലും കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായി കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടപ്പ് വെച്ചിട്ട് നന്നായി അടച്ചു കൊടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് ആവുമ്പോൾ നമുക്ക് അത് ഓഫ് ചെയ്തിടാം. എന്നിട്ട് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ അത് അങ്ങനെ തന്നെ ഇരിക്കുക വെച്ചാൽ അത്രയും നല്ലത്. എന്നിട്ട് അത് നമ്മൾ അതിന് ശേഷം ആ ഒരു 1-1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലിഡ് മാറ്റി നമ്മൾ ആ ഫോയിൽ പേപ്പർ മെല്ലെ ഇളക്കിയെടുക്കുക. അതിലത്തെ വേർപ്പ് അതിലേക്ക് ഇറങ്ങാത്ത വിധം പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വലിച്ചെടുക്കുക.
നമ്മുടെ ടേസ്റ്റി ദം ബിരിയാണി തയ്യാറായിരിക്കണം. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ഓക്കെ.